നമസ്കാരം. പ്രധാന വാർത്തകൾ. നെല്ലായി മഞ്ചക്കല്ലിൽ മരം മില്ലിൽ തീപിടുത്തം. ആളപായമില്ല. മരത്തടികളും ഈർച്ച മെഷീനും 2 വാഹനങ്ങളും കത്തി നശിച്ചു. ഡോഗ് സ്ക്വാഡും ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. SSLC മോഡൽ പരീക്ഷാ ചോദ്യപേപ്പറിന് വിദ്യാർത്ഥികളിൽ നിന്ന് പിരിവ് നടത്താനുള്ള സർക്കാർ നിർദ്ദേശം പ്രതിഷേധവുമായി MSF. ഉത്തരവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് മണ്ണാർക്കാട് DDE ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പ്. പാലക്കാട് ജില്ലയിൽ 23,995 വോട്ടർമാരുടെ വർധന. അന്തിമ വോട്ടർ പട്ടിക ജില്ലാ കളക്ടർ പുറത്തുവിട്ടു. ആകെ ജില്ലയിൽ 22.64 ലക്ഷം വോട്ടർമാർ. കോട്ടോപ്പാടം തിരുവിഴാംകുന്ന് കന്നുകാലി ഗവേഷണ കേന്ദ്രം ഫാം ടൂറിസമാക്കാനുള്ള ഇടപെടൽ നടത്തുമെന്ന് മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി. കേന്ദ്രത്തിൽ ഫലപ്രദമായ മറ്റു സാധ്യതകളും പരിശോധിക്കുമെന്നും മന്ത്രി. ഫണ്ടില്ലാതെ നട്ടം തിരിയുമ്പോഴും പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിക്ക് നാഷണൽ ഹെൽത്ത് മിഷനിൽ നിന്നും ലഭിക്കാനുള്ളത് 3 കോടിയിൽ പരം രൂപ. NHM ഫണ്ട് ലഭിക്കാത്തത് പാവപ്പെട്ടവരുടെ ചികിത്സാ പദ്ധതികളെയും ബാധിക്കുന്നു. വിശദമായ വാർത്തകളിലേക്ക്. നെല്ലായി മഞ്ചക്കല്ലിൽ മരം മില്ലിൽ തീപിടുത്തം. ചൊവ്വാഴ്ച പുലർച്ചെ 3 മണിയോടെയാണ് സംഭവം. ആളപായമില്ല. നിർത്തിയിട്ടിരുന്ന 2 വാഹനങ്ങൾ കത്തി നശിച്ചു. ഡോഗ് സ്ക്വാഡും ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. പുലർച്ചെ റോഡിലൂടെ പോകുന്നവരാണ് മരമില്ലിൽ തീപിടുത്തമുണ്ടായതായി കാണുന്നത്. തുടർന്ന് ഉടമകളെ വിവരമറിയിക്കുകയായിരുന്നു. കൂട്ടിയിട്ട മരത്തടികൾക്കാണ് ആദ്യം തീ പടർന്നതെന്ന് കരുതുന്നു. ഷൊർണൂർ, പെരിന്തൽമണ്ണ, കോങ്ങാട്, പട്ടാമ്പി ഫയർ സ്റ്റേഷനുകളിൽ നിന്നുള്ള ഫയർ യൂണിറ്റുകളെത്തി ഏറെ നേരം പരിശ്രമിച്ച ശേഷമാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ഇവിടെ നിർത്തിയിട്ടിരുന്ന ഒരു ഗുഡ്സ് ഓട്ടോറിക്ഷയും മിനി ലോറിയും കത്തിനശിച്ചു. അകത്തെ 2 മെഷീൻ യൂണിറ്റുകളും കത്തിനശിച്ചിട്ടുണ്ട്. പുലർച്ചെ 6 മണിയോടെയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. 20 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നതായി ഉടമ അബു താഹിർ പറഞ്ഞു. 3 മണിക്ക് ശേഷമാണ് സംഭവിച്ചിട്ടുള്ളത്. 3 മണിക്ക് ശേഷം വിളിച്ചു പറഞ്ഞിട്ടാണ് അറിഞ്ഞത്. അല്ല, ഇന്നലെ 5:30 മണിക്ക് ഇവിടുന്ന് മിഷൻ ഓഫ് ചെയ്ത് പോയതാണ്. ഒരു കുഴപ്പമില്ല, ഉണ്ടായിട്ടില്ല. പിന്നെ ഇതിൽ 2 മണിക്ക് ശേഷം ഇതിലെ അടുത്തുള്ളവരൊക്കെ പോയിട്ടുണ്ട്. അവരൊക്കെ പറഞ്ഞ് ഒന്നും ഇവിടെ കുഴപ്പമൊന്നുമില്ല. 3 മണിക്ക് ശേഷമായിട്ടാണ് വിവരം കിട്ടിയത്. മെഷീനറികളൊക്കെ കത്തിയിട്ടുണ്ട്. മെഷീനറി മാത്രമാണ് 15 മീറ്റർ അകലം നിൽക്കുന്ന മെഷീനറികളാണ്, അതെല്ലാം കത്തിയിട്ടുണ്ട്. അതിൻ്റെ അടുത്തുള്ള മരങ്ങൾ കത്തിയിട്ടില്ല, മെഷീനറികളാണ് കത്തിക്കുന്നത്. പിന്നെ ഫ്രണ്ടിൽ നന്നായിട്ട് കത്തിയിട്ടുണ്ട്. വണ്ടികൾ എത്ര വണ്ടി? 2 വണ്ടി കത്തിയിട്ടുണ്ട്. അശോകലേന ദോസ്ത്, ഒരു ഗൂഡ്സ് വണ്ടി പൂർണ്ണമായിട്ടും കത്തിയിട്ടുണ്ട്. പൂർണ്ണമായിട്ടും കത്തിയിട്ടുണ്ട്. ഫയർഫോഴ്സ് വന്നിട്ടാണ് പിന്നെ എടുത്തത്. ഫയർഫോഴ്സ് വന്നിട്ടാണ് നിങ്ങൾ ഫയർഫോഴ്സിനെ വിളിക്കിയത്? ഫയർഫോഴ്സ് അവർ വന്ന് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും വന്നിട്ടുണ്ട്. സഹകരണങ്ങളൊക്കെ അവരുടെ ഭാഗത്തു നിന്നൊക്കെ നന്നായിട്ടുണ്ട്. 20 ലക്ഷത്തിൻ്റെ ഉള്ളിൽ നഷ്ടം പറ്റിയിട്ടുണ്ടാവും എന്നാണ് അതിലേക്ക് കറക്റ്റായിട്ട് ഇനി നോക്കിയാലേ പറയാൻ കഴിയും. സമീപത്ത് വീടുകളും മറ്റ് സ്ഥാപനങ്ങളും ഉണ്ടെങ്കിലും തീ പടരാതെ നിയന്ത്രിക്കാനായത് ആശ്വാസമായി. അതേസമയം തീപിടുത്തത്തിൻ്റെ കാരണം വ്യക്തമല്ല. ഉടമയുടെ പരാതിയിൽ പോലീസും ഡോഗ് സ്ക്വാഡും ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ, ചെറുപ്പശ്ശേരി യൂണിറ്റ് പ്രസിഡന്റ് KA ഹമീദ്, മറ്റ് യൂണിറ്റ് ഭാരവാഹികൾ എന്നിവരും സ്ഥലം സന്ദർശിച്ചു. SSLC മോഡൽ പരീക്ഷാ ചോദ്യപേപ്പർ അച്ചടിക്കുന്നതിന് വിദ്യാർത്ഥികളിൽ നിന്ന് പിരിവ് നടത്താനുള്ള സർക്കാർ നിർദ്ദേശം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് MSF പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണ്ണാർക്കാട് DDE ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പ്രതിഷേധക്കാരെ ഓഫീസിന് മുൻപിൽ പോലീസ് തടഞ്ഞു. SSLC മോഡൽ പരീക്ഷയ്ക്ക് വിദ്യാർത്ഥികളിൽ നിന്നും പണം പിരിക്കുന്നത് സംസ്ഥാനത്ത് കേട്ടുകേൾവി പോലും ഇല്ലാത്തതാണെന്നും സർക്കാർ നിർദ്ദേശം പിൻവലിക്കുന്നതുവരെ പ്രതിഷേധം തുടരുമെന്നും മാർച്ച് ഉദ്ഘാടനം ചെയ്ത മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് റഷീദ് ആരായൻ പറഞ്ഞു. കുട്ടികളിൽ നിന്ന്
10ാം ക്ലാസ്സിലെ കുട്ടികളിൽ നിന്ന് പണം വാങ്ങി പരീക്ഷ നടത്തുന്നത്, ഇങ്ങനെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വരുന്ന ഒരു ഗവൺമെന്റ്. കേരളത്തിന്റെ ഖജനാവ് കാലിയാണ്. ഇവിടെ ട്രഷറി ഉണ്ട്. ആ ട്രഷറിയിലെ ജീവനക്കാർ അവരുടെ മൊബൈലിൽ അവരുടെ വാട്സപ്പിലും ഫേസ്ബുക്കിലും സിനിമ കണ്ടുകൊണ്ടിരിക്കുക. കാരണം എന്താണ്? ഖജനാവ് കാലിയാണ്. ട്രഷറിയിൽ പൂച്ച പെറ്റി കിടക്കുകയാണ്. എല്ലാം കാലിയാണ്. അങ്ങനെ ദൂർത്തടിക്കുന്ന ഒരു ഗവൺമെന്റ്. കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി CPM ഇത്തരം നാണം കെട്ട രാഷ്ട്രീയ പാർട്ടിയാണോ? MSF ജില്ലാ പ്രസിഡന്റ് KU ഹംസ അധ്യക്ഷത വഹിച്ചു. നിയോജക മണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റ് ഷമീർ പഴേരി, ഹരിത സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിഷ മറിയം, സൈഫുദ്ദീൻ, ഷാഫി വയമ്പൻ, ഫസൽ തങ്ങൾ, റിസ്വാൻ, K ഹാഷിം, K റയീസ്, ജില്ലാ സെക്രട്ടറി ഇർഷാദ് കൈതച്ചിറ, ഷമീർ പമ്പ്ര എന്നിവർ പ്രസംഗിച്ചു. ശ്രീകൃഷ്ണപുരം പഞ്ചായത്തിലെ അംഗനവാടികളിൽ ഹെൽപ്പർ തസ്തികയിൽ അനധികൃത നിയമനമാണെന്ന് ചൂണ്ടിക്കാണിച്ച് കോൺഗ്രസ് ഹൈക്കോടതിയിൽ നൽകിയ പരാതിയിൽ നടപടിയായതായി മണ്ഡലം പ്രസിഡന്റ്. ഏകപക്ഷീയമായി രൂപീകരിച്ച സെലക്ഷൻ ബോർഡും അവരുടെ നേതൃത്വത്തിൽ കൂടിക്കാഴ്ച നടത്തി പ്രസിദ്ധീകരിച്ച കരട് ലിസ്റ്റും ഹൈക്കോടതി തടഞ്ഞതായും കോൺഗ്രസ് നേതൃത്വം അറിയിച്ചു. ശ്രീകൃഷ്ണപുരം പഞ്ചായത്തിലെ അംഗനവാടികളിൽ 7 ഒഴിവുകളിലേക്ക് സ്ഥിര നിയമനം നടത്തുന്നതിന് രൂപീകരിച്ച സെലക്ഷൻ ബോർഡിൽ CPM-കാരെ മാത്രം ഉൾപ്പെടുത്തിയെന്നാണ് കോൺഗ്രസിന്റെ പരാതി. 7 വർഷത്തിലധികമായി താൽക്കാലിക ജീവനക്കാരിയായി പ്രവർത്തിച്ചവരെ പോലും പിന്തള്ളി CPM ലോക്കൽ കമ്മിറ്റി മെമ്പറുടെ ഭാര്യയെ ഒന്നാമതാക്കിയും പാർട്ടി വിധേയമുള്ളവർക്ക് മാത്രം മുൻഗണന നൽകിയും കരട് പട്ടിക പ്രസിദ്ധീകരിച്ചെന്നായിരുന്നു ആരോപണം. പിന്തള്ളപ്പെട്ട സൗമ്യ, മിനി, അനുഷ എന്നിവരെ ചേർത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹൈക്കോടതിയിൽ പരാതി സമർപ്പിച്ചു. പരാതിയിൽ നിയമനം റിട്ട് പെറ്റീഷൻ തീർപ്പാവുന്നതുവരെ നിർത്തിവെക്കാൻ ഉത്തരവായതായി മണ്ഡലം കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. അനധികൃത നിയമനത്തിൽ പ്രതിഷേധിക്കുന്നതായും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഭാസ്കരൻ ചിങ്ങനഴി, വിനോജ് രാമൻ, VN കൃഷ്ണൻ എന്നിവർ പറഞ്ഞു. വർഷങ്ങളായി താൽക്കാലിക ജീവനക്കായി പ്രവർത്തിക്കുന്നവരെ എല്ലാം തന്നെ പട്ടികയ്ക്ക് പുറത്താക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടത്. പക്ഷേ ഇത്തരം പ്രവർത്തനങ്ങളോട് പ്രതികരിക്കാനുള്ള ആളുകളുടെ താല്പര്യക്കുറവാണ് നമ്മളെല്ലാം ഇതിൽ പുറകോട്ടടിക്കുന്നത്. ഇപ്പോൾ തന്നെ 2-3 ഈ ഇൻ്റർവ്യൂവിൽ പങ്കെടുത്ത താൽക്കാലിക ജീവനക്കാർ നമ്മളോട് സഹകരിച്ചതുകൊണ്ടാണ് നമുക്ക് ഇത്തരത്തിൽ കോടതിയെ സമീപിക്കാനും ഇതിനെതിരെ ഒരു ഉത്തരവ് സമ്പാദിക്കാനും സാധിച്ചത്. ഇത്തരത്തിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ അവർ നടത്തുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാൻ ഈ താൽക്കാലിക ജീവനക്കാർ തയ്യാറായാൽ നമുക്ക് ഇനിയും ഇത്തരത്തിലുള്ള പല വിഷയങ്ങളിലും ഇടപെടാൻ കഴിയും എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം വളരെ പരസ്യമായി ഒരു പ്രതിപക്ഷത്തെ ആരെയും തന്നെ ഈ സന്നദ്ധ പ്രവർത്തകർ എന്ന പട്ടികയിൽ ഉൾപ്പെടുത്താതെ ഏകപക്ഷീയമായി പാർട്ടി ലോക്കൽ സെക്രട്ടറിമാരും ലോക്കൽ കമ്മിറ്റി മെമ്പർമാരും പിന്നീട് ജില്ലാ പഞ്ചായത്ത് മെമ്പറും ഗ്രാമപഞ്ചായത്ത് മെമ്പറും ഒക്കെ ചേരുന്ന ഒരു സന്നദ്ധ പ്രവർത്തകരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സെലക്ഷൻ ബോർഡാണ് ഈ നിയമനത്തിന് നേതൃത്വം കൊടുത്തത്. ഈ കരട് ലിസ്റ്റിൽ പരിശോധിച്ചാൽ തന്നെ വളരെ വ്യക്തമാണ് 7 പേരെ നിയമിക്കാൻ തിരഞ്ഞെടുത്തത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രസിദ്ധീകരിച്ച പാലക്കാട് ജില്ലയിലെ അന്തിമ വോട്ടർ പട്ടികയിൽ 23,995 വോട്ടർമാരുടെ വർധന. ഒറ്റപ്പാലത്ത് നടന്ന ചടങ്ങിൽ ജില്ലാ കളക്ടർ ഡോക്ടർ S. ചിത്രയാണ് പട്ടിക പുറത്തുവിട്ടത്. ഏറ്റവും ഒടുവിൽ നടന്ന വോട്ടർമാരെ ചേർക്കലിനു ശേഷം 2108 പോളിംഗ് സ്റ്റേഷനുകളിലായി 11.07 ലക്ഷം പുരുഷന്മാരും 11.56 ലക്ഷം സ്ത്രീകളും ഉൾപ്പെടെ 22.64 ലക്ഷം വോട്ടർമാരാണുള്ളത്. ഇതിൽ 26,081 യുവ വോട്ടർമാരാണ് ഉള്ളത്. എന്നാൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രവർത്തന ഫലമായി 16,988 വോട്ടർമാരെ കൂടുതൽ ചേർക്കാനായെന്നും കളക്ടർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഒക്ടോബർ 27 പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടികയിൽ 22,44,486 ഇലക്ടർമാരാണ് ഉണ്ടായിരുന്നത്. അതിനെ തുടർന്ന് ഒരുപാട് കേസുകൾ ഇതേപോലെയുള്ള ആക്ഷേപങ്ങൾ കിട്ടി. 47,250 ഇലക്ടർമാരുടെ കൂട്ടിച്ചേർക്കലുകളാണ് ജില്ലയിൽ നടന്നത്. 2,108 പോളിംഗ് സ്റ്റേഷനുകളിലായിട്ടാണ് ഇത്. അപ്പോൾ ഇതിൽ നമുക്ക് പുതിയ വോട്ടർമാർ, അതായത് 2024 ജനുവരി 1 18 വയസ്സ് പൂർത്തിയായ എല്ലാവരെയും വോട്ടർ പട്ടികയിൽ ചേർക്കാനായിട്ട് നമ്മളൊരു ശ്രമം നടത്തിയിട്ടുണ്ട്.
കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുമ്പോൾ 9,000-ഓളം പുതിയ വോട്ടർമാരായിരുന്നു നമുക്കുണ്ടായിരുന്നത്. അതിപ്പോൾ 25,000 ആയിട്ട് 26,081 ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾക്ക് വലിയൊരു പങ്കുണ്ട്. പാലക്കാട് വെച്ചിട്ട് പലതവണ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുമായിട്ട് മീറ്റിങ്ങുകൾ നടത്തിയിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഫലമായിട്ട് നമുക്ക് ഇത്രയും പുതിയ വോട്ടർമാരെ ചേർക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതല്ല നമ്മുടെ ജില്ലയിലെ പുതിയ വോട്ടർമാരുടെ എണ്ണം, ഇതിൽ കൂടുതലുണ്ട്. പുതിയ കുട്ടികൾ പലരും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനായിട്ട് മടിക്കുന്നുണ്ട്. ഇലക്ഷൻ്റെ ദിവസം ക്യൂ നിന്ന് വോട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ദിവസം അതിനായിട്ട് മെനക്കെടാനോ ഒക്കെയുള്ള മടി, അല്ലെങ്കിൽ ഒരു അൻപതി ഒക്കെ ആവാം, എന്താണെന്ന് അറിയില്ല. അപ്പോൾ നിങ്ങളുടെ ഒരു ഉത്സാഹം ഈ കാര്യത്തിൽ ഉണ്ടാവണം. ജില്ലാ കളക്ടർ ജില്ലാ സ്വീപ്പ് നോഡൽ ഓഫീസർ OB ആൽഫ്രഡ് IASന് കൈമാറിക്കൊണ്ട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. തൃത്താല നിയോജക മണ്ഡലത്തിലെ KLP സ്കൂൾ എലവള്ളിയിലെ 131 നമ്പർ ബൂത്തിലാണ് ഏറ്റവും കൂടുതൽ വോട്ടർമാർ. കുറവ് നെന്മാറ മണ്ഡലത്തിലെ ആനമട എസ്റ്റേറ്റ് സ്റ്റാഫ് ക്വാർട്ടേഴ്സ് KJ പ്ലാന്റേഷൻ 138 നമ്പർ പോളിംഗ് സ്റ്റേഷനിലും. ജനുവരി 20 വരെ ലഭിച്ച 13,327 അപേക്ഷകളിൽ ഇനിയും തീർപ്പാക്കാനുണ്ട്. ഇത് വെബ്സൈറ്റ് ഓപ്പൺ ആകുന്ന മുറയ്ക്ക് ചേർക്കുമെന്നും കളക്ടർ അറിയിച്ചു. മാർച്ചിന് മുമ്പ് 18 വയസ്സ് തികയുന്നവർക്ക് മാർച്ച് ആദ്യവാരം വരെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള അവസരമുണ്ടാകും. തിരിച്ചറിയൽ കാർഡ് കൈവശമുള്ളവർ വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്ന് ഉറപ്പാക്കണമെന്നും നിർബന്ധമായും വോട്ട് ചെയ്യണമെന്നും അധികൃതർ പറഞ്ഞു. ഒറ്റപ്പാലം താലൂക്ക് ഓഫീസിൽ വെച്ച് നടന്ന വാർത്താ സമ്മേളനത്തിൽ ഡെപ്യൂട്ടി കളക്ടർ P. സുനിൽകുമാർ, തഹസിൽദാർ CM അബ്ദുൾ മജീദ് തുടങ്ങിയവരും പങ്കെടുത്തു. കോട്ടോപ്പാടം തിരുവിഴാങ്കുന്ന് കന്നുകാലി ഗവേഷണ കേന്ദ്രം ഫാം ടൂറിസമാക്കാനുള്ള ഇടപെടൽ നടത്തുമെന്ന് മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി J. ചിഞ്ചുറാണി. കേന്ദ്രത്തിൽ ഗവേഷക വിദ്യാർത്ഥികൾക്കുള്ള ഹോസ്റ്റലിൻ്റെയും ശില്പശാലയുടെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഫാം ടൂറിസത്തിന് ഏറെ യോജിച്ച ഇടമായ തിരുവിഴാങ്കുന്ന് കന്നുകാലി ഗവേഷണ കേന്ദ്രത്തിൽ ഫലപ്രദമായ സാധ്യതകൾ മുന്നിൽ കണ്ട് ആവശ്യമായ ഇടപെടൽ നടത്തുമെന്ന് മന്ത്രി J. ചിഞ്ചുറാണി പറഞ്ഞു. ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രമുഖ സർവകലാശാലകൾക്കൊപ്പം ഗവേഷണത്തിലൊക്കെ തന്നെ ഏർപ്പെടുന്നതിന് ഇതിലൂടെ ഈ കേന്ദ്രത്തിന് സാധ്യമായിട്ടുണ്ട്. എന്നിരുന്നാലും ഗവേഷക വിദ്യാർത്ഥികൾക്ക് അനുയോജ്യമായ താമസ സൗകര്യം നമ്മുടെ ഇവിടെ ലഭ്യമായിരുന്നില്ല. ഈ കുറവ് പരിഹരിക്കുന്നതിന് വേണ്ടി സർവകലാശാല അതിന്റെ ആസൂത്രണ പദ്ധതി ഉൾപ്പെടുത്തി ഏകദേശം 90 ലക്ഷം രൂപ ചെലവിട്ട ഒരു പുതിയ ഹോസ്റ്റൽ ഗവേഷണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന നമ്മുടെ വിദ്യാർത്ഥികൾക്കായി നിർമ്മിച്ചിരിക്കുകയാണ്. ഗവേഷക വിദ്യാർത്ഥികൾക്കായി നിയമിച്ച ഹോസ്റ്റലിൻ്റെയും ശില്പശാലയുടെയും ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ചു. N. ഷംസുദ്ദീൻ MLA അധ്യക്ഷനായി. വൈസ് ചാൻസലർ MR ശശീന്ദ്രനാഥ് സർവകലാശാല സന്ദേശം നൽകി. കോട്ടോപ്പാടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജസീന അക്കര, ജില്ലാ പഞ്ചായത്ത് അംഗം M. മെഹർബാൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം V. മണികണ്ഠൻ, വാർഡ് അംഗം ഫസീല സുഹൈൽ, Dr. C. ലത, Dr. T. S. രാജീവ്, Dr. K. M. ശ്യാം മോഹൻ, Dr. S. ഹരികൃഷ്ണൻ, O. ആയിഷ, Dr. P. സുധീർ ബാബു, Dr. A. പ്രസാദ് തുടങ്ങിയവർ പങ്കെടുത്തു. പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയുടെ വികസനത്തിന് ഫണ്ടില്ലാതെ നട്ടം തിരിയുമ്പോൾ ജില്ലാ ആശുപത്രിക്ക് നാഷണൽ ഹെൽത്ത് മിഷനിൽ നിന്നും ലഭിക്കാനുള്ള 3,76,20,000 രൂപ ലഭ്യമാക്കാത്തതുമൂലം NHM വഴി നിയമിച്ച ജീവനക്കാർക്ക് ശമ്പളം പോലും കിട്ടാത്ത സ്ഥിതിയാണുള്ളത്. നാഷണൽ ഹെൽത്ത് മിഷനിൽ നിന്നും അനുവദിച്ച തുക പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. 3,76,20,000 രൂപയാണ് നാഷണൽ ഹെൽത്ത് മിഷനിൽ നിന്നും പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിക്ക് കിട്ടാനുള്ളത്. ഫണ്ട് ലഭ്യമാവാത്തത് ജില്ലാ ആശുപത്രിയുടെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നുണ്ട്. NHM വഴി നിയമിച്ച ജീവനക്കാർക്ക് ശമ്പളം പോലും നൽകാൻ പറ്റാത്ത സ്ഥിതിയാണ്. ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കമ്മിറ്റിക്ക് ലഭിക്കുന്ന കുറഞ്ഞ വരുമാനം കൊണ്ടും ജില്ലാ പഞ്ചായത്ത് നൽകിയിരുന്ന സഹായങ്ങൾ കൊണ്ടും ആശുപത്രിക്ക് പിടിച്ചു നിൽക്കേണ്ട അവസ്ഥയാണ്. NHM ഫണ്ട് ലഭിക്കാത്തതിനാൽ പാവപ്പെട്ടവർക്കുള്ള പല ചികിത്സാ പദ്ധതികളും മുടങ്ങുന്ന സ്ഥിതിയാണുള്ളത്. ഇടവേള. വാർത്തകൾ തുടരുന്നു. മലപ്പുറം ജില്ലാ കളക്ടറും ജീവനക്കാരും അണിനിരന്ന K-Walk ശ്രദ്ധേയമായി. ഇന്റർനാഷണൽ സ്പോർട്സ് സമ്മിറ്റ് കേരളയുടെ ഭാഗമായാണ് K-Walk സംഘടിപ്പിച്ചത്. ഒരുമിച്ച് നടക്കാം കായിക കേരളത്തിനായി എന്ന മുദ്രാവാക്യമുയർത്തി ജില്ലാ ഭരണകൂടവും സ്പോർട്സ് കൗൺസിലും സംയുക്തമായാണ് K-Walk സംഘടിപ്പിച്ചത്.
മലപ്പുറം സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് ആരംഭിച്ച കേവാക്ക് ജില്ലാ കളക്ടർ VR വിനോദ് ഫ്ലാഗ് ഓഫ് ചെയ്തു. ADM NM മെഹ്റലി, ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് VP അനിൽകുമാർ, സെക്രട്ടറി VR അർജുൻ, MSP അസിസ്റ്റന്റ് കമാൻഡന്റ് ഹബീബ് റഹ്മാൻ, ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് സുരേഷ്, കോട്ടക്കുന്ന് ഫ്രണ്ട്സ് കൂട്ടായ്മ അംഗങ്ങൾ, ഫുട്ബോൾ ഹോക്കി അസോസിയേഷൻ പ്രതിനിധികൾ, MSP സ്കൂളിലെ SPC NSS വിദ്യാർത്ഥികൾ, സംസ്ഥാന സർക്കാർ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. നമ്മുടെ സംസ്ഥാനം ഒരു കായിക നയം രൂപീകരിച്ചുകൊണ്ട് കായിക മേഖലക്കകത്തുള്ള സമഗ്രമായ വികസനത്തിന് തുടക്കം കുറിക്കുകയാണ്. ഇന്ന് നമ്മുടെ കായിക മേഖലക്കകത്ത് ഉള്ള പരിമിതികളെല്ലാം തന്നെ മറികടക്കുന്നതിനാവശ്യമായിട്ടുള്ള ഇടപെടലുകൾക്കാണ് ഈ വലിയ സംരംഭം തുടക്കം കുറിക്കുന്നത്. കേരളത്തിൻ്റെ കായിക മേഖലയിൽ കേരളത്തിൻ്റെ കായിക സമ്പദ് വികസനവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് കായിക രംഗത്ത് വരുന്ന എല്ലാവരെയും കേരളത്തിൻ്റെ സമ്പദ്ഘടനയുമായി ബന്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വലിയ സൗഹൃദ സമ്മേളനം തിരുവനന്തപുരത്ത് വെച്ച് നടത്തുന്നതിന് വേണ്ടിയിട്ട് കേരളത്തിലെ കായിക വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ തീരുമാനിച്ചു. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന ടൗൺ ക്ലീനിംഗ് പദ്ധതിക്ക് തുടക്കം കുറിച്ചു. പ്രസിഡന്റ് KT അഫ്സൽ ആനമങ്ങാട് ടൗണിൽ ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായി പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിലെ ആനമങ്ങാട്, തൂത, പള്ളിക്കുന്ന് എന്നീ 3 പ്രധാനപ്പെട്ട ടൗണുകളിൽ ആഴ്ചയിൽ 2 ദിവസം വീതം ക്ലീനിംഗ് നടത്തി പ്ലാസ്റ്റിക് അടക്കമുള്ള അജൈവ മാലിന്യങ്ങൾ, റോഡിൻ്റെ വശങ്ങളിലുള്ള പൊന്തക്കാടുകൾ എന്നിവ നീക്കം ചെയ്ത് മാതൃകാ ടൗണുകളാക്കി മാറ്റുന്ന രീതിയാണ് ഈ പദ്ധതി. ശേഖരിക്കുന്ന അജൈവ മാലിന്യങ്ങൾ ഹരിതകർമ്മസേനയെ ഏൽപ്പിക്കും. കുട്ടികളിൽ മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട സംസ്കാരം വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തിൽ ഓരോ ടൗണും വൃത്തിയായി സൂക്ഷിക്കേണ്ടതിൻ്റെ മേൽനോട്ടം സമീപത്തെ സ്കൂൾ വിദ്യാർത്ഥികളെ ഏൽപ്പിക്കും. പ്രദേശങ്ങളിലെ മുഴുവൻ വ്യാപാരികളുടെയും പൂർണ്ണ പിന്തുണയോടുകൂടിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ആനമങ്ങാട് ടൗണിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KT അഫ്സൽ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ആലിപ്പറമ്പ് പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട 3 പട്ടണങ്ങളായ ആനമങ്ങാട്, തൂത, അതുപോലെ തന്നെ പള്ളിക്കുന്ന്, ഈ 3 പട്ടണങ്ങളിലും ആഴ്ചയിൽ 2 ദിവസം വീതം ക്ലീനിങ് ചെയ്യുന്ന വിധത്തിൽ പരിസര പ്രദേശങ്ങളിലുള്ള അജൈവ മാലിന്യങ്ങൾ ശേഖരിച്ച് അത് MCFിലേക്ക് എത്തുന്ന വിധത്തിലേക്കുള്ള ഒരു പദ്ധതിയാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹരിതം ആലിപ്പറമ്പ് എന്ന പേരിൽ മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീജ മോൾ, വികസനകാര്യ സ്ഥിരസമിതി ചെയർമാൻ MP മജീദ്, മെമ്പർമാരായ ബാലസുബ്രഹ്മണ്യൻ, രാജേഷ്, വ്യാപാരി സംഘടനാ പ്രതിനിധികളായ ഷംസാദ് അലി, CK ഷിയാസ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. വാടനാംകുറിശി ആരബി കലാസമിതി സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ സമാപനം ജനുവരി 26, 27, 28 തീയതികളിൽ വിവിധ പരിപാടികളോടെ നടക്കും. സാംസ്കാരിക സമ്മേളനം മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കല, കായിക, സാംസ്കാരിക, സാമൂഹിക, വിദ്യാഭ്യാസ മേഖലകളിൽ നാടിൻ്റെ നെടുംതൂണായി 50 വർഷം പിന്നിടുന്ന വാടാനംകുറിശി ആരബി കലാസമിതി ഇന്ന് ജില്ലയിലെ തന്നെ മികച്ച പ്രസ്ഥാനങ്ങളിൽ ഒന്നാണ്. ആരബിയുടെ 1 വർഷം നീണ്ടുനിന്ന സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ സമാപനമാണ് ജനുവരി 26, 27, 28 ദിവസങ്ങളിൽ വിപുലമായി ആഘോഷിക്കുന്നത്. 26 രാവിലെ 9:30 സ്മൃതിമധുരം എന്ന പേരിൽ സംഘടിപ്പിച്ച ആദരായണത്തോടെ പരിപാടികൾ തുടങ്ങും. കുഴൽമന്നം രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ഉച്ചയ്ക്ക് സ്നേഹവിരുന്നും നടക്കും. വൈകിട്ട് 7 മണിക്ക് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്യും. VK ശ്രീകണ്ഠൻ MP മുഖ്യാതിഥിയാവും. മുഹമ്മദ് മൂസിൻ MLA അധ്യക്ഷത വഹിക്കും. തുടർന്ന് 8 മണി മുതൽ കലാസന്ധ്യ അരങ്ങേറും. 27 വൈകിട്ട് നടക്കുന്ന അനുമോദനം സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് 8 മണിക്ക് നാടകം അരങ്ങേറും. 28 വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനം സിനിമാ സീരിയൽ താരം മറിമായം മണി ഉദ്ഘാടനം ചെയ്യും. ഗാനരചയിതാവ് BK ഹരിനാരായണൻ മുഖ്യാതിഥിയാവും. പട്ടാമ്പി ബ്ലോക്ക് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ അധ്യക്ഷത വഹിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. തുടർന്ന് നാടൻ പാട്ട് അരങ്ങേറും. 26-ാം തീയതിയുടെ പരിപാടി ഇവിടെ പറഞ്ഞു. MLA മുഹമ്മദ് മൂസിൻ, അതുപോലെ തന്നെ MP VK ശ്രീകണ്ഠൻ, അതുപോലെ നമ്മുടെ ബഹുമാന്യനായ മിനിസ്റ്റർ K രാജൻ, റവന്യൂ വകുപ്പ് മന്ത്രി പങ്കെടുക്കുന്നുണ്ട്. 27-ാം തീയതി വൈകുന്നേരം 6 മണിക്ക് നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ്റെ അധ്യക്ഷതയിൽ പ്രശസ്ത ഗാനരചയിതാവ് വിദ്യാധരൻ മാഷാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിൽ ജില്ലാ പഞ്ചായത്ത് അംഗം നീരജ് പങ്കെടുക്കുന്നുണ്ട്. അന്ന് വൈകിട്ട് ആരബി അണിയിച്ചൊരുക്കുന്ന ഒരു നാടകമുണ്ട്, നക്ഷത്ര നിലാവ് എന്നാണ് നാടകത്തിൻ്റെ പേര്. തുടർന്ന്
28-ാം തീയതിയാണ് സമാപന ദിവസമായ 28-ാം തീയതി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠനാണ് അധ്യക്ഷത വഹിക്കുന്നത്. അത് ഉദ്ഘാടനം ചെയ്യുന്നത് സിനിമ സീരിയൽ ആർട്ടിസ്റ്റ് മറിമായം മണിയാണ്. അന്ന് തന്നെ പ്രശസ്ത ഗാന രചയിതാവ് ഞങ്ങളുടെ നാട്ടുകാരനുമായ BK ഹരിനാരായണൻ ആ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അന്ന് വൈകിട്ട് ഒരു പ്രൊഫഷണൽ പരിപാടിയാണ് വെച്ചിരിക്കുന്നത്. ആ പ്രൊഫഷണൽ പരിപാടി പാലക്കാട് മൊഴി നാടൻപാട്ട് സംഘത്തിൻ്റെ ഒരു നാടൻപാട്ട് പരിപാടിയും അന്ന് വെച്ചിട്ടുണ്ട്. 3 ദിവസങ്ങളിലായും വളരെ വിപുലമായ പരിപാടികളാണ് സുവർണ ജൂബിലിയോടനുബന്ധിച്ചിട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. 1974 വാടാനാംകുറിശി പ്രദേശത്ത് ആരഭി രൂപം കൊള്ളുന്നത്. ശിവരാത്രി ദിവസം എന്തെങ്കിലും കലാപരിപാടികൾ അവതരിപ്പിക്കുക എന്നുള്ള എളിയ ലക്ഷ്യത്തോടുകൂടിയായിരുന്നു ആരഭിയുടെ തുടക്കം. ഏതാനും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലെ കാര്യങ്ങളിൽ ഇടപെടാൻ തുടങ്ങിയപ്പോൾ സ്വന്തമായി സ്ഥലം വേണം, കെട്ടിടം വേണം എന്നുള്ളൊരാവശ്യം മുന്നോട്ട് വന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്വന്തമായി സ്ഥലം വാങ്ങി കെട്ടിടം നിർമ്മിച്ചു. കെട്ടിടം നിർമ്മിച്ചു കഴിഞ്ഞപ്പോൾ ഒരു വായനശാലയുടെ ആവശ്യം ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ വായനശാല തുടങ്ങി നല്ലൊരു ഗ്രന്ഥശാലയായിട്ട് പ്രവർത്തനം ആരംഭിച്ചു. ആ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയപ്പോഴാണ് ഗ്രന്ഥശാലയ്ക്ക് സ്വന്തമായി സ്ഥല സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് നല്ലത് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ 6 സെൻറ്റ് സ്ഥലം വാങ്ങി കൽക്കത്ത രാജാ റാം മോഹൻ റോയ് ഫൗണ്ടേഷൻ്റെ ധനസഹായത്തോടുകൂടെ സ്വന്തമായി കെട്ടിടം നിർമ്മിച്ച് അതോടൊപ്പം തന്നെ സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിൽ F ഗ്രേഡായിട്ട് അംഗീകാരം ലഭിച്ചു. പിന്നീട് ഉള്ള ഏതാനും വർഷങ്ങൾ കൊണ്ട് തന്നെ പടിപടിയായി A ഗ്രേഡ് നിലവാരത്തിലെത്തി നിൽക്കുകയാണ് ആരഭി ഗ്രന്ഥശാല. 2017 വാർഷികം നടത്തുന്നതിനും അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് കളിക്കുന്നതിനും സ്ഥലം വേണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ സ്വന്തമായി ഒരു കളിസ്ഥലവും നിർമ്മിക്കാൻ കഴിഞ്ഞു. ഭാരവാഹികളായ വി ഉണ്ണികൃഷ്ണൻ, പി വിജയൻ, CP രാമൻ, KV ഹരിദാസ്, P ഗോപിനാഥൻ, വനിതാവേദി പ്രസിഡന്റ് വിജയലക്ഷ്മി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പരിപാടികളെ പറ്റി വിശദീകരിച്ചു. മണ്ണാർക്കാട് MES കോളേജ് ജംഗ്ഷനിൽ പയ്യനടം റോഡിൽ ഗതാഗതക്കുരുക്ക് സൃഷ്ടിച്ച് ഇരുചക്ര വാഹന പാർക്കിങ്ങും സ്വകാര്യ സ്ഥാപനത്തിന്റെ ചവിട്ടുപടിയും. സ്കൂൾ കോളേജ് സമയങ്ങളിൽ വൻ കുരുക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. മണ്ണാർക്കാട് MES കോളേജിലേക്ക് വരുന്ന വിദ്യാർത്ഥികളുടെ 100 കണക്കിന് വാഹനങ്ങളാണ് റോഡിന്റെ ഇരുവശവും രാവിലെ മുതൽ വൈകിട്ട് വരെ നിർത്തിയിടുന്നത്. ഇതുകാരണം ഈ ഭാഗത്ത് 2 വാഹനങ്ങൾക്ക് ഒരേ സമയം സൈഡ് കൊടുക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്. ടാർ റോഡിനോട് ചേർന്നാണ് വാഹനങ്ങൾ നിർത്തിയിടുന്നതിനാൽ വാഹനം വരുമ്പോൾ നടന്നു പോകുന്നവർക്ക് മാറി നിൽക്കാൻ പോലും സ്ഥലമില്ലാത്ത സാഹചര്യമുണ്ട്. ഇതിനു പുറമെയാണ് ദേശീയപാതയിൽ നിന്ന് പയ്യനേടം റോഡിലേക്ക് തിരിയുന്ന ഭാഗത്തെ കെട്ടിടം ഉടമ റോഡിലേക്ക് ഇറക്കി ചവിട്ടുപടി കെട്ടിയത്. ഇത് ഗതാഗതക്കുരുക്കിന് ഇടയാക്കുന്നുണ്ട്. ഈ ഭാഗത്ത് ഒരു വശത്ത് ഓട്ടോ സ്റ്റാൻഡാണ്. അതുകാരണം വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ നടന്നു പോകുന്നത് ചവിട്ടുപടി കെട്ടിയ ഭാഗത്തു കൂടിയാണ്. പയ്യനേടം ഭാഗത്തുള്ള ബസ്സുകൾ ഇവിടെ നിർത്തുന്നതോടെ നടന്നു പോകാൻ പോലും സ്ഥലമില്ലാത്ത സ്ഥിതിയാണ്. ഗതാഗതക്കുരുക്കുണ്ടാകുന്ന വിധത്തിൽ നിർമ്മിച്ച ചവിട്ടുപടി നീക്കം ചെയ്യണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. അതോടൊപ്പം കോളേജിലേക്ക് വരുന്ന വിദ്യാർത്ഥികളുടെ വാഹനം നിർത്താൻ കോളേജിനുള്ളിൽ സൗകര്യം ഒരുക്കണം. ദിവസം മുഴുവൻ റോഡിൽ വാഹനം നിർത്തിയിട്ട് മറ്റുള്ളവർക്ക് യാത്ര തടസ്സം സൃഷ്ടിക്കുന്നത് ഒഴിവാക്കാൻ നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കോട്ടോപ്പാടം കല്ലടി അബ്ദുഹാജി ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 48ാം വാർഷികാഘോഷവും യാത്രയപ്പ് സമ്മേളനവും N ഷംസുദ്ദീൻ MLA ഉദ്ഘാടനം ചെയ്തു. 6 അധ്യാപകരാണ് ഈ വർഷം സ്കൂളിൽ നിന്നും വിരമിക്കുന്നത്. ദീർഘകാലത്തെ സേവനത്തിനു ശേഷം വിരമിക്കുന്ന ഹമീദ് കൊമ്പത്ത്, K രതി, M രാധ, P ഗീതാദേവി, E രമണി, P ജാസ്മിൻ എന്നിവർക്കാണ് യാത്രയപ്പ് നൽകിയത്. യാത്രയപ്പ് സമ്മേളനവും സ്കൂളിന്റെ 48ാം വാർഷികാഘോഷവും N ഷംസുദ്ദീൻ MLA ഉദ്ഘാടനം ചെയ്തു. ഇന്ന് ലോകം വലിയ ശാസ്ത്രീയ മുന്നേറ്റങ്ങൾക്ക് വഴിമാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് വിദ്യാഭ്യാസം വളരെ വലിയ വിപ്ലവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്റർനെറ്റിൽ നിന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലേക്ക് ലോകം മാറിക്കൊണ്ടിരിക്കുമ്പോൾ കോട്ടോപ്പാടത്തെ കുട്ടി അത് നോക്കി കാഴ്ചക്കാരനായി നിൽക്കേണ്ടവരല്ല. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അക്കർ ജസീന അധ്യക്ഷയായി. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ A അബൂബക്കർ മുഖ്യാതിഥിയായി. ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ജയരാജൻ നാമത്ത്, AO C അബൂബക്കർ, സ്കൂൾ മാനേജിംഗ് ട്രസ്റ്റ് ചെയർമാൻ കല്ലടി അബൂബക്കർ, പ്രധാന അധ്യാപകൻ P ശ്രീധരൻ, പ്രിൻസിപ്പാൾ MP സാദിഖ്, ജില്ലാ പഞ്ചായത്ത് അംഗം M മെഹർബാൻ, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ റഫീന റഷീദ്, പാറയിൽ മുഹമ്മദ് അലി, ഗ്രാമപഞ്ചായത്ത് അംഗം KT അബ്ദുള്ള, PTA പ്രസിഡന്റ് A മുഹമ്മദ് അലി, BBC
കെ മുഹമ്മദ് അലി, എസ് നസീർ ഹുസൈൻ, ടി കെ ആമിനക്കുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി. മണ്ണാർക്കാട് ചങ്ങലേരി ഇർഷാദ് സ്കൂൾ സംഘടിപ്പിക്കുന്ന ഇർഷാദ് ഫെസ്റ്റ് ജനുവരി 25 വ്യാഴാഴ്ച രാത്രി ചങ്ങലേരി ഇർഷാദ് ഹൈസ്കൂളിൽ നടക്കും. കോവിഡിന് ശേഷം ആദ്യമായാണ് ഇർഷാദ് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 1994 ഇർഷാദ് ചാരിറ്റബിൾ ട്രസ്റ്റിനു കീഴിൽ ആരംഭിച്ച സ്കൂളിൽ ഇപ്പോൾ LKG മുതൽ SSLC വരെയുള്ള വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം SSLCക്ക് 100% വിജയം. ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസത്തോടൊപ്പം ധാർമ്മിക വിദ്യാഭ്യാസവും നൽകുന്നുണ്ടെന്ന് ഭാരവാഹികൾ പറഞ്ഞു. 7 മണിക്ക് VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്യും. ഇർഷാദ് ഹൈസ്കൂൾ CEO കെ മുഹമ്മദ് ഷാഫി അധ്യക്ഷത വഹിക്കും. സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികളും ഫെസ്റ്റിൽ പരിപാടികൾ അവതരിപ്പിക്കും. പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മൾ MP ആണ്. പിന്നെ അതുപോലെ തന്നെ അതിൽ കീനോട്ട് പ്രധാനമായിട്ടും കീനോട്ട് അവതരിപ്പിക്കുന്നത് ഇർഷാദ് എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ചെയർമാനായിട്ടുള്ള അബ്ദുൽ ഹക്കീം നദിയാണ്. കോരമ്പത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ്, വാർഡിലെ മെമ്പർ എന്നിവരും മറ്റു പ്രമുഖരും പങ്കെടുക്കുന്ന പരിപാടിയാണ്. 7 മണിക്ക് പരിപാടി സ്റ്റാർട്ട് ചെയ്യുകയും 8:30 മണിയോടുള്ള പൊതുസമ്മേളനം അവസാനിപ്പിച്ച് സ്കൂളിലെ കുട്ടികളുടെ കലാപരിപാടികൾ ഉണ്ടായിട്ടുണ്ടാകും. അത് ഏകദേശം 1 മണിയോടുകൂടെ തീർക്കാനാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇർഷാദ് സ്കൂളിനെ പറ്റിക്കാണ്ട് നിങ്ങൾക്കറിയാം, 1994 ഇർഷാദ് എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന പേരിൽ ട്രസ്റ്റ് രൂപീകരിക്കുകയും അബുൽ ജലാൽ മൗലവിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘമായിരുന്നു ഈ സ്ഥാപനം പടുത്തുയർത്തിയത്. ഇപ്പോഴത് LKG മുതൽ SSLC വരെയുള്ള ക്ലാസ്സുകൾ മണ്ണാർക്കാട് ചങ്ങലേരിയിൽ വെച്ച് നമ്മുടെ സ്ഥാപനം നടന്നുകൊണ്ടിരിക്കുന്നു. CEO കെ മുഹമ്മദ് ഷാഫി, വൈസ് ചെയർമാൻ അഹമ്മദ് സയ്യിദ്, മാനേജർ അബ്ദുൾ ജബ്ബാർ, പ്രിൻസിപ്പൽ മുഹമ്മദ് റിയാസ്, സീനിയർ അധ്യാപകൻ PL നബീൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് ഭിന്നശേഷി ഗ്രാമസഭയും കലോത്സവവും പഞ്ചായത്ത് കല്യാണ മണ്ഡപത്തിൽ നടന്നു. പ്രസിഡന്റ് C രാജിക ഗ്രാമസഭയും മോട്ടിവേഷൻ സ്പീക്കർ ഗണേഷ് കൈലാസ് കലോത്സവവും ഉദ്ഘാടനം ചെയ്തു. 1600 രൂപ മാത്രം കിട്ടുന്ന ഭിന്നശേഷി പെൻഷനാണ്. അത് കിട്ടിയിട്ട് കുറച്ച് മാസങ്ങളായി. അതിലേക്ക് ഞാൻ പോകുന്നില്ല. ഒരു അസുഖം വന്നാൽ, ഒരു പണി വന്നാൽ മിനിമം 1000 രൂപ നമ്മുടെ കയ്യിൽ ചെലവാണ്. അങ്ങനെയുള്ള ഒരു ഭിന്നശേഷിക്കാരുടെ അവസ്ഥകൾ ആലോചിച്ച് അവരുടെ പനി വന്നാൽ അവരുടെ കുടുംബം മൊത്തം ബാലൻസ് തരും. അപ്പോൾ എനിക്ക് പ്രിയപ്പെട്ട മാനേജറോട് പറയാനുള്ളത്, തീർച്ചയായും അത്തരത്തിൽ എന്തെങ്കിലും ഒരു സപ്പോർട്ട് ഞങ്ങളെപ്പോലുള്ള ഭിന്നശേഷിക്കാർക്ക് നൽകാൻ സാധിക്കുമെങ്കിൽ അത് വലിയൊരു സപ്പോർട്ടായിട്ട് ഞങ്ങൾക്ക് മാറുന്നത് സത്യമാണ്. വൈസ് പ്രസിഡന്റ് M സുകുമാരൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ K ഗിരിജ, C ഹരിദാസൻ, ICDS സൂപ്പർവൈസർ ചിത്രഭാസ്കരൻ, മറ്റ് ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. സ്റ്റേറ്റ് ബഡ്സ് സ്കൂൾ കലോത്സവത്തിൽ മിമിക്രി മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയ അർജുൻ, ബഡ്സ് അധ്യാപിക രമ്യ എന്നിവരെ ആദരിച്ചു. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികൾ അരങ്ങേറി. വീണ്ടും ഇടവേള. വാർത്തകളിലേക്ക്. വല്ലപ്പുഴ നെസ്റ്റ് ഡയാലിസിസ് ചാരിറ്റബിൾ ട്രസ്റ്റ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ സന്ദർശിച്ചു. ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന് മന്ത്രി പറഞ്ഞു. വൃക്ക രോഗികൾക്ക് സഹായഹസ്തവുമായി 10,000-ത്തിലധികം ഡയാലിസിസ് പൂർത്തീകരിച്ചു കഴിഞ്ഞ വല്ലപ്പുഴ നെസ്റ്റ് ഡയാലിസിസ് സെന്റർ കൊപ്പത്ത് നിന്നും ഒറ്റപ്പാലത്തേക്കുള്ള യാത്രാമധ്യയാണ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ സന്ദർശിച്ചത്. നെസ്റ്റ് ഭാരവാഹികൾ മന്ത്രിയെ സ്വീകരിച്ചു. പ്രസിഡന്റ് K അബ്ദുറഹ്മാൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് മുഹമ്മദ് റഫീഖ് ഉപഹാരം നൽകി. സെക്രട്ടറി യൂസഫ് തിരുണ്ടിക്കൽ, മറ്റു ഭാരവാഹികളായ സലാം മാസ്റ്റർ, ഹബീബുള്ള, സന്തോഷ് P, മുസ്തഫ MPM, NK നൌഷാദ്, സുഹൈൽ മാസ്റ്റർ, നാസർ മാസ്റ്റർ, വീരാൻ, V സലാം, പഞ്ചായത്ത് അംഗങ്ങളായ CK ബാബു, റഹീം തെക്കേതിൽ, സെൻട്രലിലെ ടെക്നീഷ്യന്മാർ, മറ്റു ഭാരവാഹികൾ, നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു. ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾ പ്രശംസനീയമാണെന്ന് മന്ത്രി പറഞ്ഞു. ചാരിറ്റബിൾ സൊസൈറ്റി ധാരാളമുണ്ട് നമ്മുടെ നാട്ടിൽ. പക്ഷേ അത് സുതാര്യത കൊണ്ടും സത്യസന്ധത കൊണ്ടും മാതൃകാപരമായ പ്രവർത്തനം കൊണ്ടും ജീവകാരുണ്യ സ്നേഹപരമായ പ്രവർത്തനം കൊണ്ടും ഏറ്റവും ശ്രദ്ധേയമായ ഒരു സ്ഥാപനമായി മാറ്റിയെടുക്കാൻ സാധിക്കുമാറാകട്ടെ എന്നാണ് വിനീതമായി ആഗ്രഹിക്കുന്നത്. തീർച്ചയായും അതിൽ
ജനകീയ സഹകരണം എല്ലാവരും ഉണ്ടാകും. അതിനോടൊപ്പം എല്ലാവരും ഉണ്ടാകും ഈ പരിപാടി. വല്ലപ്പുഴ കുറുവട്ടൂർ KMLP സ്കൂളിൽ നടന്ന കിഡ്സ് ഫെസ്റ്റ് വാർഡ് മെമ്പർ ബിന്ദു സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് നസീർ ആലിക്കൽ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് VK സേതലവി, പ്രധാനാധ്യാപിക VP പ്രമീള, മാനേജർ VP അബ്ദുൾ റഹ്മാൻ, VP ഫാറൂഖ്, ധീരേഷ്, A നൌഫൽ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ അരങ്ങേറി. അമ്പലപ്പാറ ചെറുമുണ്ടശ്ശേരി പാലേക്കാവിൽ അയ്യപ്പ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനവും ശുദ്ധികലശവും ശ്രീഭൂതബലിയും നടന്നു. നിരവധി ഭക്തജനങ്ങൾ ചടങ്ങിൽ സന്നിഹിതരായി. ഗണപതി ഹോമത്തോടെ പരിപാടികൾക്ക് തുടക്കമായി. തുടർന്ന് വിശേഷാൽ പൂജകളും ഉച്ചയ്ക്ക് അന്നദാനവും നടന്നു. രാത്രി തിരുവാതിരക്കളിയും നൃത്തനൃത്യങ്ങളും അരങ്ങേറി. തുടർന്ന് കേളി, പറ്റ്, കളംപാട്ടും നടന്നു. രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് അർബൻ ഗ്രാമീൺ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. UGS മാനേജിംഗ് ഡയറക്ടർ അജിത് പാലാട്ട് മന്ത്രിയെ പൊന്നാട അണിയിച്ച മൊമന്റോ കൈമാറി. കേരള രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് ജനപ്രതിനിധികളുടെയും രാഷ്ട്രീയ, സാംസ്കാരിക, വ്യാപാരി നേതാക്കളുടെയും സാന്നിധ്യത്തിൽ അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോണിന്റെ കൊപ്പം ബ്രാഞ്ചിൽ വെച്ചാണ് സ്വീകരണം നൽകിയത്. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. UGS മാനേജിംഗ് ഡയറക്ടർ അജിത് പാലാട്ട് മന്ത്രിയെ പൊന്നാട അണിയിച്ച് മൊമന്റോ കൈമാറി. ഡയറക്ടർ അഭിലാഷ് പാലാട്ട് മന്ത്രിക്ക് സ്നേഹോപഹാരം കൈമാറി. ജില്ലാ പഞ്ചായത്ത് മെമ്പർ കമ്മുക്കുട്ടി എടത്തോൾ, കോൺഗ്രസ് S ജില്ലാ പ്രസിഡന്റ് സുനിൽ തെക്കേതിൽ, കോൺഗ്രസ് S മലപ്പുറം ജില്ലാ സെക്രട്ടറി രാധാമോഹനൻ, KVVES കൊപ്പം യൂണിറ്റ് പ്രസിഡന്റ് കുഞ്ഞാപ്പ ഹാജി, KVVES മണ്ണാർക്കാട് താലൂക്ക് സെക്രട്ടറി സോനു ശിവൻ, കൊപ്പം ബിസിനസ് ക്ലബ് ചെയർമാൻ KT ഷാജി, കൊപ്പം JCI ഭാരവാഹികളായ മുസ്തഫ നിള, ഉനൈസ് പാർക്ക്, കർമ്മശ്രേഷ്ഠ അവാർഡ് ജേതാവ് അച്യുതൻ പനച്ചിക്കുത്ത്, സെയിൽസ് മാനേജർ ശാസ്തപ്രസാദ്, ഓപ്പറേഷൻ മാനേജർ ഷെബീർ അലി, മാർക്കറ്റിംഗ് ഹെഡ് ഷെമീർ അലി, UGSന്റെ വിവിധ ബ്രാഞ്ച് മാനേജർമാർ, മറ്റ് സ്റ്റാഫുകൾ, കസ്റ്റമേഴ്സ് തുടങ്ങിയവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നെല്ലായി മഞ്ചക്കല്ലിൽ മരം മില്ലിൽ തീപിടുത്തം, ആളപായമില്ല. മരത്തടികളും ഈർച്ച മെഷീനും 2 വാഹനങ്ങളും കത്തി നശിച്ചു. ഡോഗ് സ്ക്വാഡും ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. SSLC മോഡൽ പരീക്ഷാ ചോദ്യപേപ്പറിന് വിദ്യാർത്ഥികളിൽ നിന്ന് പിരിവ് നടത്താനുള്ള സർക്കാർ നിർദ്ദേശം പ്രതിഷേധവുമായി MSF. ഉത്തരവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് മണ്ണാർക്കാട് DDE ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പാലക്കാട് ജില്ലയിൽ 23,995 വോട്ടർമാരുടെ വർധന. അന്തിമ വോട്ടർ പട്ടിക ജില്ലാ കളക്ടർ പുറത്തുവിട്ടു. ആകെ ജില്ലയിൽ 22.64 ലക്ഷം വോട്ടർമാർ. കോട്ടോപ്പാടം തിരുവിഴാംകുന്ന് കന്നുകാലി ഗവേഷണ കേന്ദ്രം ഫാം ടൂറിസമാക്കാനുള്ള ഇടപെടൽ നടത്തുമെന്ന് മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി J. ചിഞ്ചുറാണി. കേന്ദ്രത്തിൽ ഫലപ്രദമായ മറ്റു സാധ്യതകളും പരിശോധിക്കുമെന്നും മന്ത്രി. ഫണ്ടില്ലാതെ നട്ടം തിരിയുമ്പോഴും പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിക്ക് നാഷണൽ ഹെൽത്ത് മിഷനിൽ നിന്നും ലഭിക്കാനുള്ളത് 3 കോടിയിൽ പരം രൂപ. NHM ഫണ്ട് ലഭിക്കാത്തത് പാവപ്പെട്ടവരുടെ ചികിത്സാ പദ്ധതികളെയും ബാധിക്കുന്നു. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.